എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് വെളുത്തുള്ളി തൊലി കളയാം എന്ന വീഡിയോ ആയിട്ടാണ്. നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഈസി മെത്തേഡ് കാണിച്ചു തരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലും ഒരു ഈസി മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളും ഈസിയാണ് കേട്ടോ ഈ മെത്തേഡ്. അപ്പോൾ ഞാൻ ഇത് രണ്ട് തരത്തിൽ കാണിക്കുന്നുണ്ട്. അതായത് ഓവനിൽ വെച്ചിട്ടും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പാത്രത്തിൽ വെച്ച് ചെയ്യുന്നുണ്ട്. ഓവനിൽ വെച്ച് ചെയ്യുന്നതാണെങ്കിൽ വെറും 20 സെക്കൻഡ് മാത്രം മതി. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതനുസരിച്ച് ചെയ്യുക. അത് ഈ മെത്തേഡ് പരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീണാസ് കറി വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് വീട്ടിലെങ്ങനെയാണ് ഗ്രീൻ ചില്ലി സോസ് തയ്യാറാക്കാമെന്നുള്ള വീഡിയോ. അപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ടില്ല. ഈ റെസിപ്പിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ധൈര്യമായിട്ട് കറികളിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വീഡിയോ കണ്ടു നോക്കാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിയാണ്ട് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് വെളുത്തുള്ളി തൊലി കളയാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ഈസി ആയിട്ട് എങ്ങനെയാണ് തൊലി കളയാമെന്ന് നോക്കാം. അപ്പോൾ ഇത് രണ്ട് തരത്തിൽ ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഓവനിൽ വെച്ചിട്ടും കാണിച്ചു തരാം, ഒന്ന് സാധാരണ പാത്രത്തിൽ വെച്ചിട്ടും കാണിച്ചു തരാം. കാരണം എല്ലാവരും എടുത്തപ്പോൾ ചിലപ്പോൾ ഓവൻ ഉണ്ടായിന്ന് വരില്ല. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെളുത്തുള്ളി എടുത്തതിന് ശേഷം ഈ ഭാഗമില്ലേ, വെളുത്തുള്ളിയുടെ തല എന്ന് പറയത്തില്ലേ, ഈ ഹെഡിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെളുത്തുള്ളി തൊലി കളയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതായത് ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഈ വെളുത്തുള്ളിയുടെയും ഇതേപോലെ തന്നെ ഈ പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി അച്ചാറൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെളുത്തുള്ളി ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഒരുപാട് നേരം നമുക്ക് അല്ലെങ്കിൽ വേസ്റ്റ് ആയി പോകും വെളുത്തുള്ളി തൊലി കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഈസി മെത്തേഡിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെളുത്തുള്ളി തൊലി കളയാൻ പറ്റും. രണ്ട് വെളുത്തുള്ളിയുടെയും ഈ മേലത്തെ പോർഷൻ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഓവനിൽ എങ്ങനെയാണ് തൊലി കളയാമെന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ പാത്രത്തിൽ എങ്ങനെയാണ് തൊലി കളയാമെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഓവനിൽ എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഓവൻ ഓപ്പൺ ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള സാധാരണ മൈക്രോവേവ് ഓവൻ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കൺവെക്ഷൻ മോഡ് ആവശ്യമൊന്നുമില്ല. സാധാരണ മൈക്രോ പവറിൽ ഇട്ടാൽ മതി. അതായത് നമ്മൾ സാധാരണ കറികളൊക്കെ ചൂടാക്കില്ലേ, അതേപോലെ തന്നെ ഓവൻ്റെ ഉള്ളിലൊരു പാത്രം വെക്കുക. ആ പാത്രത്തിലോട്ട് നമുക്ക് പോർഷൻ മുറിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓവൻ അടയ്ക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഓവൻ എങ്ങനെയാണ് ഓൺ ചെയ്യേണ്ടത് അതുപോലെ ഓൺ ചെയ്യുക. എന്നിട്ട് സാധാരണ നമ്മൾ കറികളൊക്കെ ചൂടാക്കുന്ന പോലെ തന്നെ ടൈം സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 20 സെക്കൻഡ് മാത്രമാണ് ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഓൺ ചെയ്ത് കൊടുക്കുക. 20 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ തൊലി റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്ര എളുപ്പമാണ്, വളരെ കുറച്ച് സെക്കൻഡിൽ തന്നെ മതി. ഇപ്പോൾ ഒരുപാട് വെളുത്തുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എല്ലാം കൂടി ഒരുമിച്ച് ഇതുപോലെ അതിൻ്റെ തലഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം പ്ലേറ്റിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 20 സെക്കൻഡ് അടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ 20 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്, ഓഫ് ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റ് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, നമ്മുടെ ഓവനിൽ 20 സെക്കൻഡ് ഞാൻ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലത്തെ ഭാഗമില്ലേ, മേലത്തെ ഭാഗം ഇങ്ങനെ പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നോക്കൂ വരുന്നുണ്ടോ പോലെ അങ്ങ് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഈവൻ നാട്ടിൽ കിട്ടുന്ന കുഞ്ഞു വെളുത്തുള്ളി ആണെങ്കിലും കണ്ട, ഇതിപ്പോൾ നാട്ടിൽ കിട്ടുന്ന വെളുത്തുള്ളിയുടെ പോലത്തെ സൈസേ ഉള്ളൂ. അപ്പോൾ ഇതേ മെത്തേഡ് തന്നെ പ്രയോഗിച്ചാൽ മതി. നാട്ടിൽ കിട്ടുന്ന വെളുത്തുള്ളി ആണെങ്കിലും ഈസി മെത്തേഡ് അല്ലേ ഇത്. നമുക്കിനി അടുത്ത മെത്തേഡ് നോക്കാം. പാത്രം എടുക്കുക. ഇപ്പോൾ സ്റ്റീലിൻ്റെ ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി കേട്ടോ. നോൺ സ്റ്റിക്ക് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു പാത്രം അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. തീ ഓൺ ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഓൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലൊരു പാത്രം വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ഒരു പഴയ പാത്രമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് വെളുത്തുള്ളി ഈ കടായിലോട്ട് വെക്കാൻ പാടില്ല. അതിന് പകരമായിട്ട് ഒരു പാത്രം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആ പാത്രത്തിൽ വെച്ച് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അല്പം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നന്നായി ചൂടാവട്ടെ, അടച്ചു വെക്കണം ഈ പാത്രം. അപ്പോൾ മൈക്രോവേവ് ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇത് കാണിക്കുന്നത്. ഓവനുള്ളവർ ഞാൻ നേരത്തെ കാണിച്ച പോലെ കാണിച്ച് ചെയ്താൽ മതി. നമ്മുടെ പാത്രം നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. ആ ചൂടായിരിക്കുന്ന പാത്രത്തിലോട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 3 മുതൽ 5 മിനിറ്റ് വരെ കേട്ടോ കുക്ക് ചെയ്യണം അടച്ച് വെച്ചിട്ട്. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുത്ത് നോക്കട്ടെ കറക്റ്റ് ആയിട്ടുണ്ടോ നോക്കുമ്പോൾ നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇപ്പം മതി, ഞാനിത് റിമൂവ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെയാണ് സമയം. ചിലപ്പോൾ 3 മിനിറ്റിലാവും, ചിലത് വലുതനുസരിച്ച് മാറ്റങ്ങൾ വരും. അപ്പോൾ നമ്മുടെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു 3 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഓവനിൽ വെക്കുന്നേക്കാളും കുറച്ച് വ്യത്യാസം ഉണ്ടാകും, പക്ഷേ തൊടുമ്പോഴേക്കിനും പക്ഷേ അത് പോകുന്നോളും.
പിന്നെ ഇത് നമുക്കിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഗാർലിക് വേണമെന്നുണ്ടെങ്കിൽ പറ്റില്ല കേട്ടോ. ഇത് വഴറ്റാനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ പിന്നെ വഴറ്റുന്ന സമയവും കുറയും. പക്ഷേ ചില റെസിപ്പീസിൽ ഇപ്പോൾ നമുക്ക് ഫ്രഷ് ഗാർലിക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് കാണിച്ച പോലെ തന്നെ എല്ലാം ഇങ്ങനെ ഷേക്ക് ചെയ്യുന്ന മെത്തേഡ് ചെയ്താൽ മതി. പിന്നെ ചിലവർ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വെളിച്ചെണ്ണ പറ്റിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് കൈ കൊണ്ടൊന്നും ഇതാക്കും. അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതും എളുപ്പത്തിലുള്ള മാർഗ്ഗമല്ലേ. അപ്പോൾ ഈ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടും ഇതുപോലെ തന്നെ ഗാർലിക്കിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട്. നേരത്തെ കാണിച്ച പോലെ ഓവനിൽ വെച്ചിട്ടും കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈസി മെത്തേഡ് കേട്ടോ. 2 മെത്തേഡിൽ ഏതെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഞാനിപ്പോൾ ഗാർലിക് പിക്കിൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അതാണ് ഇത്രയും ഗാർലിക്കിന് എടുക്കുന്നത്. ഇനി കുറച്ചും കൂടെ ഗാർലിക് എനിക്ക് വേണം. അപ്പോൾ ഈ മെത്തേഡിലാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പണി കഴിയും. അപ്പോൾ ഗാർലിക് പിക്കിളിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാൻ മറക്കരുത്. ഇതുപോലെ നിങ്ങൾ ഗാർലിക് പീൽ ചെയ്യുക. അതിനുശേഷം ഗാർലിക് പിക്കിൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു കടയാണ്. ഇവിടെ നിന്നാണ് ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു ബോട്ടിലുകളും പിക്കിളിടാനുള്ള ബോട്ടിലുകളൊക്കെ വാങ്ങിക്കുന്നത്. നിങ്ങളൊരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് ബോട്ടിൽ വാങ്ങിക്കുന്നതെന്ന്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതായിരുന്നു ആ കട. പല വെറൈറ്റീസ് ഓഫ് കുപ്പികളുണ്ട്. വില അത്യാവശ്യം ഉണ്ട് കേട്ടോ. പോവാം. അവരവിടെ അച്ഛനും മോനും കളിക്കാൻ പോയപ്പോൾ ഞങ്ങളിവിടെ സ്കൂട്ട് ചെയ്തിട്ട് കടയിൽ കയറിയതാ.